ബസ് കാത്ത് നിൽക്കുകയായിരിക്കും. ഇയാൾ നിൽക്കുന്ന കല്ലിൻ്റെ മേലാണ് ഞാൻ എന്നും ബസ് കാത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാണേ. ഇത്രയും നേരമായിട്ടും കുട്ടിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പോഴും പേര് പറഞ്ഞില്ല. ഇയാൾക്ക് സെൻസ് ഇല്ലേ, മാനേഴ്സ് ഇല്ലേ? പബ്ലിക് പ്ലേസിൽ അങ്ങനെ പെൺകുട്ടികളോട് ബിഹേവ് ചെയ്യണ്ടെന്നറിയില്ല. എടോ, ഇത്രയും ഇംഗ്ലീഷ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇയാളോട് പേര് മാത്രമല്ല ചോദിച്ചോളൂ ഈ പാവം ഞാൻ. അതൊക്കെ മനസ്സിലായി. ഇപ്പം എൻ്റെ പേര് ചോദിക്കും, പിന്നെ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കും, എന്നിട്ട് ചാറ്റിംഗ് ആയി, കോൾ ചെയ്യലായി, പിന്നെ പറയും ഇയാളുടെ കണ്ണ് കാണാൻ കൊള്ളാം, ചിരി കാണാൻ കൊള്ളാം. എനിക്ക് ഇയാളെ കാണാണ്ടിരിക്കാനേ പറ്റുന്നില്ല. നമുക്കൊരു കോഫി കുടിച്ചാലോ, ബീച്ചിൽ പോയാലോ, പാർക്കിൽ പോയാലോ, സിനിമയ്ക്ക് പോകാം, ഹോട്ടലിൽ റൂം എടുക്കാം. ഇതിനൊക്കെ തന്നല്ലേ. സി മിസ്റ്റർ, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാൻ കുറച്ച് മോഡേൺ ആണെങ്കിലും താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നുമല്ല ഞാൻ. നൈസ് ഐഡിയ. എനിക്ക് ഇത്രയും നേരം അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. താനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ആഹാ, എന്ത് രസമായിരിക്കില്ലേ അങ്ങനെയൊക്കെ. എടോ, താൻ ഇപ്പോഴും തൻ്റെ പേര് പറഞ്ഞില്ല. അറിഞ്ഞിട്ടെന്തിനാ? വീട്ടിലെ പെണ്ണുങ്ങൾക്കാർക്കില്ല എൻ്റെ പേരിടാൻ വല്ല ഉദ്ദേശമുണ്ട്? പേരറിഞ്ഞാലല്ല ഇയാൾ നമ്പർ തരുമ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പേരറിയാത്തൊരു പെൺകുട്ടിയോട് നമ്പർ ചോദിക്കുന്നതും പിന്നെ ആ കൊച്ചിനെ പാർക്കിൽ പോകാൻ വിളിക്കുന്നതും ബീച്ചിൽ പോകാൻ വിളിക്കുന്നതും ഒക്കെ തെറ്റാണെന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം പേര് ചോദിക്കാം, പിന്നെ നമ്പർ ചോദിക്കാം, പിന്നെ പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനും അവിടെ കണ്ണു കൊള്ളാം, അവിടെ ചിരി കൊള്ളാം എന്നൊക്കെ പറയാന്ന് കരുതി. അമ്മോ, ആ കൊച്ചു പറഞ്ഞതുകൊണ്ട് പറയല്ല കേട്ടോ, ശരിക്കും അവിടെ ചിരി കാണാൻ കൊള്ളാം. നമ്പറും കൂടി തന്നിരുന്നെങ്കിൽ പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനും വിളിക്കായിരുന്നു. റോഡിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചതുകൊണ്ട് ഞാനൊരു റോഡ് സൈഡ് റൂമിയാണെന്ന് താൻ തെറ്റിദ്ധരിക്കല്ലേ.